ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. പപ്പ, ഈ ക്രിസ്മസിന് ഓൾ ഫാമിലിക്കും ഗിഫ്റ്റ് കൊടുക്കണം. ഇതാണ് എന്റെ ലിസ്റ്റ്. അപ്പൂപ്പനൊരു M&N TV, ബില്ലിമ്മയ്ക്കൊരു അടിപൊളി ഗ്രൈൻഡർ, ചേട്ടായിക്കൊരു സ്മാർട്ട് ഫോൺ, ചിന്നുവാവിക്കൊരു കുട്ടി ഹെഡ്ഫോൺ, അമ്മ ചേച്ചിക്കൊരു ലാപ്ടോപ്പ്. വാടി മോളെ. ഏറ്റവും മികച്ച ബ്രാൻഡുകൾ, ഏറ്റവും മികച്ച ഓഫറുകൾ, ആകർഷകരമായ ഫിനാൻസ് സ്കീം, എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ, 75% വരെ വിലക്കുറവ്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് 20% വരെ ക്യാഷ് ബാക്ക്. ഈ ക്രിസ്മസിന് ഗൃഹോപകരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോകൂ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഓഫറുകളിലും. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം. ഇടുക്കി ടൺ ഫേസ് ടു ഫേസിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഫേസ് ടു ഫേസിൻ്റെ തട്ടകത്തിൽ എന്നോടൊപ്പം ഇടുക്കിയുടെ മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിലൂടെ വളർന്ന് മലയോര കർഷകൻ്റെ ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കൊട്ടക്കൊത്തളങ്ങളിൽ മുഴങ്ങുന്ന ശബ്ദമായി മാറിയ വ്യക്തിത്വം. വികസന രംഗത്തൊക്കെ ഇടുക്കിയെ ഒരുപാട് കൈപിടിച്ച് നടത്തിയ മുൻ MP. സർ നമസ്കാരം. ഒരുപാട് കാലം കൂടിയാണ് നമ്മൾ അല്ലേ? അതെ, ഒരുപാട് കാലം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറേ പ്രൈം ടൈമിലൊക്കെ ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കൂടി, എങ്കിലും നല്ല തിരക്കായിരുന്നു അല്ലേ? എന്താണ് ഇപ്പോൾ ഇത്തരം തിരക്ക്? ഒന്നുമില്ല, ഞാൻ വക്കീലെന്നുള്ള നിലയ്ക്ക് കോടതികളിൽ, ഇപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പിന്നെ ചില ട്രൈബ്യൂണലുകളിലും ഒക്കെ കുറേ കേസുകളിൽ ഹാജരാകുന്നുണ്ട്. അതിൻ്റേതായ തിരക്കുണ്ട്. പിന്നെ പൊതുപ്രവർത്തനത്തിൻ്റേതായിട്ടുള്ള തിരക്കുണ്ട്. ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ സ്ഥിരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തായാലും കഴിഞ്ഞ ആദ്യത്തെ വർഷം നല്ല വിജയം, രണ്ടാമത് പരാജയപ്പെട്ടെങ്കിലും വിജയപരാജയങ്ങളൊക്കെ സ്വാഭാവികമാണ്, രാഷ്ട്രീയമല്ലേ. പരാജയപ്പെട്ടെങ്കിലും താങ്കൾ പൊതുവേദികളിൽ അല്ലേ, മീൻസ് എനിക്കൊന്നും ഇടതുപക്ഷത്തിൻ്റേതാണെങ്കിലും പൊതുവേദികളിൽ താങ്കൾ സജീവമല്ല. അല്ല, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഇടുക്കിയിലെ വിഷയങ്ങൾ ഇടപെട്ട് തുടങ്ങിയ ഒരാളല്ല. അപ്പോൾ 2007 അന്ന് ഇടുക്കിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഒരു കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ വിഷയങ്ങൾ ഇടപെട്ട് തുടങ്ങുകയും പിന്നീട് അത് ഞാനും കൂടി ഉൾപ്പെടുന്ന ഇടുക്കിക്കാരോടുള്ള വല്ലാത്ത ഒരു അവഗണനയും പൊതുസമൂഹത്തിലുണ്ടാക്കി വെച്ചൊരു പൊതുബോധ്യവും അതൊക്കെ എൻ്റെ കൂടി ഒരു പ്രശ്നമായി മാറുകയും ഞാനും കൂടി അപമാനിതനായി നിൽക്കുന്നു എന്ന് തോന്നുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായതാണ്. പിന്നീട് പാർലമെൻറ്റ് അംഗമായി മത്സരിക്കുക, ഞാനൊരു ജനപ്രതിനിധിയാകുക എന്നുള്ളതൊന്നും എൻ്റെ ഒരു വിദൂരമായ സങ്കല്പത്തിലോ കാഴ്ചപ്പാടിലോ സ്വപ്നത്തിലോ ഉണ്ടായിരുന്നില്ല. അല്ല, അത് അങ്ങനെ മത്സരിക്കേണ്ടി വന്നതാണ്. അപ്പോൾ 5 വർഷക്കാലം പാർലമെൻറ്റ് അംഗമായപ്പോൾ ഞാനതിനെ പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് നിർവഹിച്ചത്. അല്ലാതെ ഒരു എന്താ പറയുക, സാധാരണ നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല, അതൊരു ഉത്തരവാദിത്വമായിട്ട് കലഹിക്കേണ്ടവരോട് കലഹിച്ചും സംസാരിക്കേണ്ടവരോട് സംസാരിച്ചും പിണങ്ങേണ്ടവരോട് പിണങ്ങിയും ചേർത്ത് പിടിക്കേണ്ടവരോട് അങ്ങനെ ചേർത്ത് പിടിക്കാനുള്ളൊരു ബോധപൂർവമായ ശ്രമം ഉണ്ടായില്ല. കാരണം വെച്ചാൽ പൂർണ്ണമായും ഒരു എന്താ പറയുക, ഒരു ജനതയുടെ ആകെ അവകാശത്തിനുള്ള ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് നിന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറപ്പെട്ടു. അതിനുശേഷം പിന്നീടുത്തെ ഇലക്ഷൻ വന്നു, സ്വാഭാവികമായും മത്സരിച്ചു. തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഉണ്ടാവും. പക്ഷേ ഞാൻ തുടങ്ങിവെച്ച 2007 തന്നെ തുടങ്ങിവെച്ച എൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കുന്നതിനും വരെയാണ് എൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ജയമോ പരാജയമൊന്നുമില്ല. ഞാൻ എല്ലാ വിഷയങ്ങളിലും സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. ഓക്കെ, എനിക്കത് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ഞാൻ താങ്കളുടെ നാവിൽ നിന്ന് കേൾക്കണമല്ലോ പ്രേക്ഷകർക്ക്. ഓക്കെ, എന്താണെങ്കിലും ഒരു ഇടുക്കിക്കാരൻ എന്ന നിലയിൽ ആ 5 വർഷം MP ആയിരുന്ന 5 വർഷം തീർച്ചയായും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു എന്ന ഒരു പേര് അതിന്നും നിലനിൽക്കുന്നുണ്ട്. അതിനെ ഞാൻ ഒരിക്കലും കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇലക്ഷൻ വരട്ടെ പോട്ടെ, അതതിൻ്റെ സമയത്ത് 5 വർഷം നടന്നോളും. ഇപ്പോൾ ഇടുക്കി അഭിമുഖീകരിക്കുന്നത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് ചെന്നുപെട്ടു. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആദ്യകാലങ്ങളിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയൊക്കെ ഉയർത്തിക്കാണിച്ച ആ ഒരു വിഷയം അതൊരു പരിഹാരത്തിലേക്ക് എത്താതെ ഇപ്പോൾ ഇതാ ഇടുക്കിയിലെ പട്ടയ നടപടികൾക്ക് പോലും സ്റ്റേ വീഴുന്നു. താങ്കൾ ഈ സമീപ ദിവസം രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രസ്താവനയൊക്കെ നടത്തിയത് ഞാൻ കണ്ടു. അതൊരു വലിയൊരു ആശങ്കയല്ലേ ഉണ്ടാക്കുന്നത്? അല്ല ബിജു, അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
ഇപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ പ്രശ്നങ്ങളെ നമ്മൾ പൊതുവായിട്ട് എടുത്താൽ, ഇപ്പോൾ 2007 ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉണ്ടാകുന്നു, മറ്റ് സംഘടനകളുണ്ടാകുന്നു, അതിനു മുമ്പും ഉണ്ട് ഇടുക്കിയിലെ പ്രശ്നങ്ങൾ. പക്ഷേ ഇടുക്കിയിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ അതിനകത്ത് കുറേയേറെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചിട്ടുമുണ്ട്, അല്ലാതെ ഒന്നും പരിഹരിച്ചിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഓരോ ദിവസവും കൂടുതൽ സങ്കീർണമാകുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തുനിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്താ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം പൊതുവായി രൂപപ്പെട്ടിട്ടുള്ളൊരു പൊതുബോധമാണ്. അത് ഇടുക്കിക്കകത്തല്ല, കേരളത്തിൻ്റെ സംസ്ഥാനത്താകെ രൂപപ്പെട്ടിട്ടുള്ളൊരു പൊതുബോധമുണ്ട്. ആ പൊതുബോധം എന്ന് പറയുന്നത് ഇടുക്കിയിലെ ആളുകൾ ഇവിടുത്തെ എന്തോ സർക്കാർ ഭൂമി കയ്യേറി അതിനകത്ത് വ്യാജമായി പട്ടയങ്ങൾ നിർമ്മിച്ച് വ്യാജമായി നിർമ്മിതികൾ നടത്തി അനധികൃതമായി എന്തോ കൈവശം വെച്ചിരിക്കുന്നവരാണ് എന്നൊരു പൊതുബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ ആളുകളുടെ പട്ടയം അല്ലെങ്കിൽ ഇടുക്കിയിലെ ആളുകളുടെ ഭൂമി അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് എല്ലാ സംവിധാനങ്ങളും ഇടപെടുന്നത്. ആ മുൻവിധിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനപരമായ കാരണം. അല്ലാതെ ഭൂമിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രദേശങ്ങളിലും പ്രശ്നങ്ങളില്ല എന്നല്ല. എല്ലാ സ്ഥലങ്ങളിലും നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഇടുക്കിയെ സംബന്ധിച്ച് ഇത് ഇത്രത്തോളം സങ്കീർണമാകുന്നതിൻ്റെ കാരണം ഈ പൊതുബോധമാണ്. ഈ പൊതുബോധത്തെ മാറ്റിയെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബിജു ചോദിച്ച ചോദ്യം, ഏറ്റവും അവസാനത്തെ ഹൈക്കോടതി വിധി, ആ കേസിനകത്ത് ഞാനൊരു പഞ്ചായത്തുകൾക്ക് വേണ്ടി ഹാജരാകുന്നതാണ് വക്കീലെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഏറ്റവും അവസാനം ആ കേസിനകത്ത് അതിൻ്റെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് 1960 ഭൂപതിവ് നിയമം. ആ നിയമം അനുസരിച്ച് സർക്കാർ ഭൂമി ആളുകൾക്ക് പതിച്ചു കൊടുക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുകയാണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 1964 അന്നത്തെ ഗവൺമെൻറ് ചട്ടം നിർമ്മിച്ചു. ആ ചട്ടം അനുസരിച്ചിട്ട് ഭൂമി പതിച്ചു കൊടുക്കാവുന്നത് കൈവശക്കാരായ ആളുകൾ, ആ കൈവശത്തിന് 2 രീതിയിൽ നിർവചിച്ചു. ഒന്ന്, ഈ ലീസ് കൊടുത്തിട്ട് ലീസിൻ്റെ കാലപരിധി കഴിഞ്ഞിട്ടും കൈവശം വെച്ചിട്ടുള്ള കൃഷിക്കാർ. അതല്ലെങ്കിൽ എൻക്രോച്ച്മെൻറ്റ് നോട്ട് ഒബ്ജക്ഷണബിൾ ബൈ ദ ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ് എതിർക്കാത്ത കയ്യേറ്റം, അതാണ് എൻക്രോച്ച്മെൻറ്റിൻ്റെ വാക്ക്. ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് പട്ടയം കൊടുക്കാനായിട്ട് ആ ചട്ടത്തിനകത്ത് വ്യവസ്ഥയുണ്ടായിരുന്നത്. ഇത് 1964 ചട്ടത്തിൽ ആ വ്യവസ്ഥയുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? 1971 ആയപ്പോൾ അന്ന്, അതായത് 3/8/1971 ഓഗസ്റ്റ് 3-ാം തീയതി 1971 ഒരു ഭേദഗതി. ആ ഭേദഗതി അനുസരിച്ച് ഓഗസ്റ്റ് 1, 1971 മുമ്പ് ഇതുപോലെ എൻക്രോച്ച്മെൻറ്റ് നടത്തി ഭൂമി സർക്കാരിന് എതിർപ്പില്ലാത്ത എൻക്രോച്ച്മെൻറ്റുള്ള ഭൂമിയിൽ അന്ന് വരെയുള്ളവർക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ഇപ്പോൾ 52 വർഷമായി, 53 വർഷമായി. ഈ 52-53 വർഷം, ഇപ്പോൾ ഈ ഫെബ്രുവരി ആകുമ്പോൾ 54 വർഷവും. ഈ 54 വർഷം, ഓഗസ്റ്റ് ആകുമ്പോൾ 54 വർഷം പട്ടയം കൊടുത്തു, ആളുകൾ ഈ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കോടതി, ആ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് എന്താ പറയുക, കേസിനകത്ത് ഒരു പരാതിക്കാരൻ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല, മറ്റാരും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല, സർക്കാർ സംവിധാനത്തിനകത്ത് നിന്നേ വരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ കോടതി സ്വമേധയാ ഒരു ദിവസം രാവിലെ ഒരു നിലപാടങ്ങ് പറയുകയാണ്, കയ്യേറ്റക്കാരായ ആളുകൾക്ക് ഇങ്ങനെ ഭൂമി കൊടുക്കാൻ 1960 ഭൂപതിവ് നിയമത്തിൽ വ്യവസ്ഥയില്ല. 60 ഭൂപതിവ് നിയമത്തിൽ വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് അതിൻ്റെ പിൻപറ്റിയുണ്ടാക്കിയ ചട്ടം നിയമവിരുദ്ധമാണ് എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം, എന്നിട്ട് ആ പരിശോധന പൂർത്തീകരിച്ചിട്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ? സംശയത്തിലാക്കുകയാണ്. എന്ത്? ഇതുവരെ കൊടുത്ത പട്ടയങ്ങൾ. കാരണം 71 മുതൽ കൊടുത്തിട്ടുള്ള പട്ടയങ്ങളുണ്ട്, അല്ലെങ്കിൽ 64 മുതൽ കൊടുത്തിട്ടുള്ള പട്ടയങ്ങൾ മൂലനിയമം 60 ഭൂപതിവ് നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണ് ചട്ടം ഉണ്ടാക്കിയേക്കണേന്ന് പറഞ്ഞാൽ ആ ചട്ടം പോവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് കൊടുത്തിട്ടുള്ള പട്ടയങ്ങളും പോവുമല്ലോ, തുടർന്ന് കൊടുക്കുന്നതും പ്രശ്നവും. അപ്പോൾ ഇത് കോടതി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ജനുവരി 10-ാം തീയതിയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മുൻകൂട്ടി നോട്ടീസില്ല, അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്ത് മുൻകൂട്ടി ഇതിന് മറുപടി പറയാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടില്ല, അതിനകത്ത് ഹാജരാകുന്ന അഭിഭാഷകർക്ക് ആർക്കും ഇതറിയില്ല. അതിനകത്ത് ആ കേസിനകത്ത് എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കക്ഷി ചേർന്നിട്ടുള്ള കേസാണ്, ജനപ്രതിനിധികൾ എല്ലാവരും കക്ഷി ചേർന്നിട്ടുള്ള കേസാണ്, കുറേ പഞ്ചായത്തുകൾ കക്ഷിയാണ്. ആ കേസിനകത്താണ് പഞ്ചായത്തുകൾക്ക് വേണ്ടി ഞാൻ ഹാജരാകുന്നത്. അപ്പോൾ ആർക്കും ഒരു രാഷ്ട്രീയ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ MP കക്ഷിയാണ്, അതിനകത്ത് കർഷക സംഘം കക്ഷിയാണ്, കേരള കോൺഗ്രസിൻ്റെ കർഷക പാർട്ടി കക്ഷിയാണ്, CPM കക്ഷിയാണ്, എല്ലാവരും കക്ഷിയാണ്. അവരുടെ എല്ലാ അഭിഭാഷകർ ആർക്കും അറിയില്ല. ഒരു ഫൈൻ മോർണിംഗ് കോടതി അങ്ങ് ഉത്തരവ് പ്രകടിപ്പിക്കുകയാണ്. അപ്പം അതിനുശേഷം ആ കേസ്, അപ്പോൾ അത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനൊരു ഉത്തരവ്, ഇതിൻ്റെ ഒരു ദോഷവശങ്ങളെ സംബന്ധിച്ച് ആ കേസിൽ ഹാജരായ വക്കീലന്മാരാരും അങ്ങനെ ആർക്കും അത് മനസ്സിലാകുന്നില്ല.
അതാകെ മനസ്സിലായ ഒരാൾ, ഞാനത് എൻ്റെ ഒരു ഇത് പറയല്ല, അഹങ്കാരം പറയല്ല, അല്ലെങ്കിൽ ഞാനത് എന്നെ പോസ്റ്റ് അതാകെ മനസ്സിലായത് എനിക്ക് മാത്രമാണെന്ന് എനിക്ക് തോന്നി. ഞാനാണത് ആദ്യം പുറത്ത് പറയുന്നത്, ഒരു മാധ്യമങ്ങളിലുള്ള വാർത്ത വന്നില്ല. ഞാനത് ആ വാർത്ത വന്നു. അതിനുശേഷം കട്ടപ്പനയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ അപകടം ഇന്നതാണ് എന്ന്, അതായത് ശരിക്കും പറഞ്ഞാൽ ചരിത്ര പഠനത്തിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് ഇവിടെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി പറഞ്ഞു. അത് പറയാനുണ്ടായ സാഹചര്യം വളരെ പ്രസക്തമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞ പൊതുബോധം. അപ്പോൾ ചരിത്രം മനസ്സിലാക്കി ഇടുക്കിയുടെ കുടിയേറ്റത്തിൻ്റെയും ഇടുക്കിയിലെ ആളുകൾ താമസിക്കുന്നതിൻ്റെയും ഇവിടുത്തെ ജനവാസത്തിൻ്റെയും ഒക്കെ ചരിത്രം പൂർണ്ണമായും മനസ്സിലാക്കി നമ്മളൊക്കെ കയ്യേറ്റക്കാരല്ല എന്നും ഇത് മറ്റു തരത്തിൽ നിയമപരമായി ഇവിടെ എത്തപ്പെടുകയും ലഭിക്കേണ്ട ഒരു അവകാശം സർക്കാരിൻ്റെയും മാറി സർക്കാർ എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ LDF UDF സർക്കാരുകളെക്കുറിച്ചല്ല, ആ സംവിധാനത്തിൻ്റെ ആകെ ലഥാർജിക്കായിട്ടുള്ളതായിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ നിസ്സംഗത കൊണ്ടോ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ അവർ കാണിക്കാത്ത ശുഷ്കാന്തി കാണിക്കാത്തത് കൊണ്ട് ലഭിക്കാതെ പോവുകയും ചെയ്ത ആളുകളുടെ അവകാശമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും താങ്കളിപ്പോൾ സൂചിപ്പിച്ചു ഈ ഒരു വിഷയത്തിൽ ഇടുക്കിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതിനകത്ത് നമുക്ക് രാഷ്ട്രീയമൊക്കെ മറക്കാം, ഇടുക്കി മാത്രമല്ല, ഇടുക്കി ആകട്ടെ വികാരം. അങ്ങനെ വരുമ്പോഴും അതിനെല്ലാം മുകളിൽ പരാതിക്കാരനില്ല, എന്നിട്ട് പോലും അതിൻ്റെ മുകളിൽ കയറി കോടതി ഒരു വിധി പറയുമ്പോൾ ഇത് തടയേണ്ടത് ഗവൺമെൻറ് അല്ലേ ശരിക്കും? അല്ല, ഗവൺമെൻറ് തടയാൻ എപ്പോഴാണ് പറ്റുക? അവിടെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ ബിജുവിനോട് വളരെ ബഹുമാനപുരസ്സരം പറയാനുള്ള കാര്യം, ഞാൻ ഇന്നലെ അതുമായി വാർത്ത ചെയ്ത ചില മാധ്യമപ്രവർത്തകരോടും പറഞ്ഞു, ഈ വിഷയത്തെ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ചുരുക്കിയാൽ ഈ വിഷയത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടും, അതിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടും. ഇത് പൂർണ്ണമായൊരു നിയമവിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഭരണഘടനാപരമായി നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ് ഭരണനിർവഹണ സംവിധാനം, അതിൻ്റെ താഴെ ജുഡീഷ്യറി, ഈ മൂന്നും പ്രവർത്തിക്കുകയാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ സംവിധാനമാണ്. ആ സ്വതന്ത്രമായ സംവിധാനത്തിനകത്ത് ഭരണഘടനാ കോടതികൾ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്സാണ്, റിട്ട് ജൂറിസ്ഡിക്ഷനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ്. അങ്ങനെയുള്ള കോടതികളെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തെ സംബന്ധിച്ചും കോടതിക്ക് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കോടതിക്ക് അത് കാര്യം നേരിട്ട് പരിശോധിക്കാം, കോടതിക്ക് സ്വമേധയാ കേസെടുക്കാം. അങ്ങനെ സ്വമേധയാ കേസെടുത്തൊരു കോടതി ഒരു വിധി പറയുകയാണ്. അപ്പോൾ ഈ കേസിനകത്ത് ഇതൊരു ഉദാഹരണമായിട്ട് എടുത്താൽ, ഈ കേസിനകത്ത് കോടതി പറഞ്ഞതെന്താ, ഞാൻ ഈ പറഞ്ഞതുപോലെ അത് നിയമവിധേയമല്ല എന്ന് കോടതി തോന്നുന്നു, അതുകൊണ്ട് ഇതിൻ്റെ നടപടികൾ നിർത്തിവെക്കാൻ കോടതി ഇടക്കാല ഉത്തരവിടുകയാണ്. എന്നിട്ടാണ് കോടതി സർക്കാരിനോട് നോട്ടീസ് അയക്കുന്നത്, ചീഫ് സെക്രട്ടറിക്ക്. ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടേ ഇല്ല, ഗവൺമെൻറ് എന്നിട്ട് ചീഫ് സെക്രട്ടറി ആ ഓർഡർ കയ്യിലുണ്ടെങ്കിൽ നോക്കിക്കോളൂ, എന്നിട്ട് ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു. എന്നിട്ട് ചീഫ് സെക്രട്ടറിയോട് ഇത് വിശദീകരിക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഇനി ഗവൺമെൻറ് എപ്പോഴാണ് ഇത് വിശദീകരിക്കേണ്ടേ? ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ച് ചീഫ് സെക്രട്ടറി വന്ന് വിശദീകരിക്കുമ്പോഴാണ്. അപ്പം നമ്മളൊരു കേസ് കൊടുത്തു, എതിർകക്ഷികളുണ്ട്, എതിർകക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവരോട് മറുപടി പറയുന്ന ഘട്ടത്തിലല്ലേ മറുപടി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് സർക്കാരാണെങ്കിലും ഇപ്പോൾ വ്യക്തിപരമായ നമ്മളാണെങ്കിലും ഒരു കാര്യം വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ദീർഘദൃഷ്ടിയോട് എന്ന് പറയാം, നമുക്ക് അങ്ങനെ ഒരു ദൃഷ്ടിയില്ലല്ലോ, അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ്റും ഇപ്പോൾ ഈ കേസിനകത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഗവൺമെൻറ്റുകൾ അല്ല, ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റുകൾ അതിനകത്ത് ഇപ്പോൾ LDF UDF വ്യത്യാസമില്ലാതെ ഭരണകൂട വ്യവസ്ഥ സംവിധാനം അവിടെ നിൽക്കുകയാണ്. ആ ഭരണകൂട സംവിധാനങ്ങൾ വളരെ നിരുത്തരവാദപരമായി കേസുകൾ നടത്തിയതിനകത്ത് ഇടപെട്ടതിൻ്റെ ഒട്ടനവധി അനുഭവങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ നിരുത്തരവാദപരമായി കേസുകൾ നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ നിയമ സംവിധാനത്തെയൊക്കെ നമ്മൾ നഖശിഖാന്ത് എതിർക്കുകയും ചെയ്യും. അത് രാഷ്ട്രീയത്തിനപ്പുറം എതിർക്കും. ഇപ്പോൾ ഈ എന്തെല്ലാം വിഷയങ്ങളുണ്ട്, ഇപ്പോൾ ബഫർ സോൺ വിഷയമുണ്ട്. ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് അതിനകത്ത് കൃത്യമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടത് നമ്മളാണ്, ഗവൺമെൻറ് ഇടപെട്ടു പിന്നീട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇതിനകത്ത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. ആ സംവിധാനമൊന്നും പലപ്പോഴും ഇത് അറിയണമെന്നില്ല. കോടതികളും അതൊരു നിയമവ്യവസ്ഥയിൽ കോടതിയുടെ ഗവൺമെൻറ്റുമായി നിയമം നടക്കുമ്പോൾ ഇവരറിയണമെന്നില്ല. പക്ഷേ അവിടെയാണ് നമ്മളെ കണക്കുള്ള ആളുകളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകരുടെ അല്ലെങ്കിൽ ഇതിനകത്ത് ഇടപെടുന്ന മാധ്യമങ്ങളുടെ ഗവൺമെൻറ് ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരികയും ഗവൺമെൻറ് കൊണ്ട് ഇടപെടുത്തുകയും ചെയ്യണം. അപ്പോൾ ഈ കേസിനകത്ത് ഇത് കോടതി. അപ്പോൾ അതിനുശേഷം ഒരു കാര്യം കൂടെ പറയാം, അപ്പോൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടി വരും. അതിനുശേഷം ആ കേസ് കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും വാദത്തിന് വന്നു. അപ്പോൾ നമ്മളതിനകത്ത് ഹാജരായി 1 മണിക്കൂറോളം അതിനകത്ത് ഈ കാര്യങ്ങൾ നമ്മൾ തന്നെ സംസാരിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ കോടതിയോട് പറഞ്ഞിട്ട് സംക്ഷിപ്ത രൂപ ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. അപ്പോൾ കോടതിയോട് പറഞ്ഞു ഇത് കോടതി ഇങ്ങനെ ഒരു ഉത്തരവിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളെ കേൾക്കണം, ഞങ്ങളോട് മുൻകൂട്ടി പറയാം, അല്ലെങ്കിൽ കോടതി ഏകപക്ഷീയമായി ഉത്തരവിട്ടതിനകത്ത് പ്രശ്നമുണ്ട്. കാരണം ആ ഉത്തരവിൽ തന്നെ വസ്തുതാപരമായ പിശകുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് വിശദീകരിക്കുന്നതല്ല പ്രശ്നം, ഇത് ഇത്രയും ആളുകളുടെ അവകാശത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയമാണ്, അതിനെ ലാഘവബുദ്ധിയോടുകൂടി കാണാൻ പാടില്ല. അപ്പോൾ കോടതി പറഞ്ഞു 3 റിസോർട്ടുകൾ. ഞാൻ പറഞ്ഞു 3 റിസോർട്ടുകളുണ്ട്, അവിടെ കയ്യേറ്റം ഉണ്ടെന്നാണ് കോടതി കാണുന്നില്ല, അതിനെ അങ്ങ് മാറ്റിവെക്ക്.
അതിനെ അങ്ങ് മാറ്റിവെക്കും. പക്ഷേ അതിനപ്പുറം ജീവിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളും മനുഷ്യരുമുണ്ട്. ഇടുക്കി എന്ന് പറയുന്നത് ഈ മൂന്നാറും ഭാഗം മാത്രമാണ്. ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. കോടതിയുടെ മുമ്പിലുള്ള ഇടുക്കി മൂന്നാറാണ്. മൂന്നാറുമായി ബന്ധപ്പെട്ടാണ് കേസ്. പക്ഷേ അതിനപ്പുറം ജീവിക്കുന്ന 10,000-കണക്കിന് കർഷകരുണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്. ഇടുക്കി ജില്ലയുടെ മൊത്തത്തിൽ ഉള്ള ഒരു ഇത് നോക്കിയാൽ വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ മൂന്നാർ ആണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോഴും നമുക്ക് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ 2007 മുതൽ ഉള്ള ചരിത്രം എടുത്താൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ അക്കാഡമിക്കായി പഠിക്കേണ്ടതാണ്. 2007 മുതൽ ഇങ്ങോട്ടുള്ള ഈ പ്രതിസന്ധി, അതിനു മുമ്പേ പ്രതിസന്ധികളുണ്ട്. അതിനു മുമ്പ് നമുക്കറിയാമല്ലോ 2002 ഇപ്പോൾ 1 Earth 1 Life നമ്മളുടെ ഈ CHR മുഴുവൻ മാനവാക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നുണ്ട്. 1993 ചട്ടത്തിനെതിരെ തിരുവാങ്കുളം നേച്ചർ ലവേഴ്സ് മൂവ്മെൻറ്റ് അന്ന് തന്നെ കേസ്. അപ്പോൾ പരിസ്ഥിതി സംഘടനകൾ കേസുമൊക്കെ ആയി പോകുന്നുണ്ട്. പക്ഷേ ഇത് ഇത്രത്തോളം തീഷ്ണമായി ആളുകളുടെ ജീവിതത്തേക്ക് നേരിട്ട് കടന്നു കയറാൻ തുടങ്ങിയതപ്പോഴാണ് 2007 മൂന്നാർ ഈ വിവാദവുമായി ബന്ധപ്പെട്ടാണ്, മൂന്നാർ ഇറക്കുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇടുക്കിയെ മൂന്നാറായി ചുരുക്കി, എന്നിട്ട് കയ്യേറുന്നു, റിസോർട്ടുകൾ പണിയുന്നു, വലിയ മാഫിയ സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ മുഴുവൻ ലേബൽ ചാപ്പ ഇടുക്കിക്കാരുടെ മുഴുവൻ ദേഹത്തേക്ക് കുത്തിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഇടുക്കിക്കാരെ മുഴുവൻ അങ്ങനെ അങ്ങ് ആക്കി നിർത്തുക, എന്നിട്ട് കയ്യേറ്റക്കാരനാക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഞാൻ പാർലമെൻറ്റ് അംഗമായിരുന്നപ്പോൾ ഈ ഇവിടുത്തെ പരിസ്ഥിതി സംഘടനകളും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചില ആളുകൾ ആ കൂടെ കൂടിയിട്ട് എനിക്കും കുത്തിത്തന്നു, അല്ലെങ്കിൽ കുത്തിത്തരാൻ ശ്രമിച്ചു കയ്യേറ്റക്കാരെന്നുള്ള ചാപ്പ. കാരണം എന്താ, ഇടുക്കിയിലെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നെയും ഇങ്ങനെ കയ്യേറ്റക്കാരനാക്കി മാറ്റി നിർത്തുകയാണ്. നാളെ ബിജു വൈശ്യംപറമ്പൻ ഇടുക്കിക്കാർക്ക് വേണ്ടി സംസാരിച്ചാൽ നിങ്ങൾക്കും കുത്തിത്തരും ചാപ്പ. MM മണിക്ക് ആ ചാപ്പ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ആ തരത്തിൽ നിലപാടുകളെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ ചാപ്പ കുത്തി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ഈ ചാപ്പ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ചാപ്പ കുത്തി കൊടുത്തുകൊണ്ട് അതാ പൊതുബോധ നിർമ്മിതിയാണ്. ആ പൊതുബോധം കോടതികളെ സ്വാധീനിക്കും, ആ പൊതുബോധം ഭരണകൂടങ്ങളെ സ്വാധീനിക്കും. ആ പൊതുബോധം മാറ്റിയെടുക്കേണ്ടതുണ്ട്. കാരണം അപ്പോൾ ഞാൻ കോടതിയിൽ പറഞ്ഞു, അപ്പോൾ ഇതാണ് സാഹചര്യം. അപ്പോൾ കോടതി അതിനകത്ത് കോടതിയുടേതായ ന്യായങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിനപ്പുറത്ത് 10,000-കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ കോടതിയുടെ ഇതിൻ്റെ ചരിത്രം ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഇന്നത് പറയുന്നില്ല. അവസാനം കോടതി എന്നോട് ചോദിച്ചു, ഈ 1964 കയ്യേറ്റക്കാർക്ക് കൊടുത്തതിന് ഞങ്ങൾ അംഗീകരിക്കാം, 71 എന്തിനാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ കോടതിയോട് വളരെ ബഹുമാനത്തോടു കൂടി പറഞ്ഞു, അത് കോടതി അതിൻ്റെ ചരിത്രം കോടതിക്ക് 71 അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ശൂന്യതയിൽ നിന്ന് പൊട്ടി വീണൊരു ഡേറ്റ് അല്ല. 64 ശേഷമാണ് ഇടുക്കിയിലെ വലിയ കുടിയിറക്കുകൾ ഉണ്ടാകുന്നത്. 63-64 ശേഷം ആ കുടിയിറക്കുകളോടനുബന്ധിച്ച് ഇന്ത്യയുടെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് നിരാഹാര സമരം കിടന്നു ഇടുക്കിയിൽ. അന്ന് ഈ 63 ആ ഘട്ടത്തിൽ ഇവിടെ നിയമസഭയില്ല, ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇത് ഗവർണർ ഭരണത്തിലാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അതുകൊണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റ് തന്നെ ആ വിഷയം പരിഗണിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി ഒരു പാർലമെൻ്ററി കമ്മിറ്റിയെ വെച്ചു, മാത്യു മണിയങ്കാടൻ അധ്യക്ഷനായിട്ടുള്ള. ആ പാർലമെൻ്ററി കമ്മിറ്റിയിൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സിന്ന ഉൾപ്പെടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങളുണ്ടായിരുന്നു. അവർ ഈ ഇടുക്കിയിലെ കുടിയേറ്റത്തെ സംബന്ധിച്ച് മാത്യു മണിയങ്കാടൻ അധ്യക്ഷനായിട്ടുള്ള സമിതി വളരെ വിശദമായ പഠനങ്ങൾ നടത്തി. ആ പഠനം ഒരുപക്ഷെ ഇങ്ങനെ കുടിയിറക്കപ്പെടുന്ന ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പാർലമെൻറ്റ് കമ്മിറ്റി നടത്തിയിട്ടുള്ള ആദ്യത്തെയും അവസാനത്തെയും പഠനമാണ്. ആ റിപ്പോർട്ട് 1968 GO RD/68/68 ഗവൺമെൻറ് അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടയ നടപടികൾ തുടങ്ങി. അതിൻ്റെ തുടർച്ചയിൽ ഭരണകൂടത്തിൻ്റെ നയപരമായ തീരുമാനം ഉണ്ടാകുകയാണ് 1971 വരെയുള്ളവർക്ക് കൊടുക്കാമെന്ന്. അങ്ങനെ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തതിന് ശേഷമാണ് ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്നത്. മാത്രമല്ല നമ്മൾ അന്ന് ഈ 1 മണിക്കൂറോളം നീണ്ട ആ ഒരു വാദപ്രതിവാദത്തിൻ്റെ ഇടയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചൊരു കാര്യമുണ്ട്. 2024 ജനുവരിയിൽ ഇരുന്നിട്ട് എൻക്രോച്ച്മെൻ്റ് എന്ന പദത്തെ അതിന് ആ കണ്ണോട്ടേഷൻ നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നത് അല്ല പ്രസക്തി. 1964 71 എൻക്രോച്ച്മെൻ്റ് ഉണ്ട്, നോട്ട് ഫൗണ്ട് ഒബ്ജക്ഷനുള്ള, തർക്കമില്ലാത്ത എതിർക്കപ്പെടാത്ത കയ്യേറ്റമുണ്ട്. അന്നത്തെ സാമൂഹിക സാഹചര്യമുണ്ട്, സാമ്പത്തിക സാഹചര്യമുണ്ട്, അന്നത്തെ നാട്ടിൽ നിലനിന്നിരുന്ന മറ്റൊട്ടനവധി കാരണങ്ങളുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എൻക്രോച്ച്മെൻ്റ് എന്ന് പറയുന്ന പദത്തെ നമ്മൾ കാണണം. ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ കോടതി ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു കോടതി എൻക്രോച്ച്മെൻ്റ് എന്ന് കണ്ടാൽ കോടതിക്ക് ആ തരത്തിൽ അതിനകത്ത് എൻക്രോച്ച്മെൻ്റ്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിലേക്ക് പോകണം. അന്ന് എന്തുകൊണ്ടാണ് എൻക്രോച്ച്മെൻറ്റ് നോട്ട് ഫൗണ്ട് ഒബ്ജക്ഷണബിൾ കട്ട് ഓഫ് ഡേറ്റ് 71 വെക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ കോടതികൾ വിധി പറയും. അപ്പോൾ കോടതി പറഞ്ഞു നമുക്കത് വീണ്ടും പുനഃപരിശോധിക്കാം, ഞാനങ്ങനെ ഇതുവരെ കൊടുത്ത പട്ടയങ്ങൾ. അപ്പോൾ കോടതി പറഞ്ഞു ഇതുവരെ കൊടുത്ത പട്ടയങ്ങളെ സംബന്ധിച്ച് തർക്കിക്കുന്നില്ല, അല്ല കോടതിക്ക് അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. പിന്നെ ഇപ്പോൾ സർവേ നടക്കുകയാണ്. അപ്പോൾ സർവേക്കകത്ത്
ഈ കൈവശക്കാരുടെ മുഴുവൻ ഡീറ്റെയിൽസും രേഖപ്പെടുത്താൻ കോടതി ഉത്തരവിടാം ഇന്നലെ ഉത്തരവിട്ടിട്ടുണ്ട്. കോടതി ഉത്തരവിട്ടു. ഇടുക്കിയിലല്ല, കേരളത്തിൽ മൊത്തം കയ്യേറ്റത്തെ ആളുടെ കൈവശത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മുഴുവൻ ചേർക്കും. അതിന് കോടതി ഉത്തരവിട്ടു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം കോടതി ആ ഘട്ടത്തിൽ കോടതി പറയും നമുക്ക് വീണ്ടും പരിശോധിക്കാം. പക്ഷേ അപ്പോഴും ഈ 71 മുമ്പാണ് കയ്യേറ്റം. അതെങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പരിശോധിക്കും, എങ്ങനെ ഉറപ്പുവരുത്തും, അതെങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നായി അടുത്ത കോടതിയുടെ ചോദ്യം. ഒക്കെ കോടതിയോട് നമ്മൾ പറഞ്ഞു, ഞാൻ കോടതിയോട് പറഞ്ഞു, കോടതിക്ക് ബഹുമാനപ്പെട്ട കോടതി തയ്യാറാകുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം, ഇടുക്കി നമുക്ക് പോയി കാണാം. ഇവിടെ ഇരുന്ന് കാണുന്ന കണക്കല്ലോ, നിങ്ങൾ കണ്ട മൂന്നാറല്ല ഇടുക്കി, അതിനപ്പുറത്ത് ആളുകൾ താമസിക്കുകയാണ്. എത്രയാണ്, ഏതാണ്ട് 8-9-10 പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ എൻ്റെ കൂടെ അടുത്ത് നിന്നിരുന്ന വക്കീല്, നമ്മളുടെ ഈ ഉടുമ്പൻചോല പഞ്ചായത്തിനൊക്കെ വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ, എൻ്റെ സുഹൃത്ത് ലിജി, അദ്ദേഹം പറഞ്ഞു കട്ടപ്പന ടൗൺ ഇടുക്കിയിലെ ഏറ്റവും ആദ്യത്തെ കുടിയേറ്റാണ്. കോടതി പറഞ്ഞു കട്ടപ്പന ടൗൺ ഇടുക്കിയിലെ ആദ്യത്തെ കുടിയേറ്റാണ്. അവിടെ ഇപ്പോഴും പട്ടയം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന കണക്ക് വലിയ കെട്ടിടങ്ങൾ, ഒരു ടൗൺഷിപ്പാണ്, പട്ടണമായി മാറിയിരിക്കുന്നു. നമ്മളെ എറണാകുളം പട്ടണത്തിൻ്റെ ഒരു പരിച്ഛേദം പോലുള്ളൊരു പട്ടണമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടെ ഇപ്പോഴും പട്ടയം കിട്ടിയിട്ടില്ല. അവിടെ ഇപ്പോൾ സർവേ നടക്കുന്നേ ഉള്ളൂ. ആ സാഹചര്യം മനസ്സിലാക്കണമെന്നുള്ള കാര്യങ്ങൾ അവരും പറഞ്ഞു. അങ്ങനെ സപ്ലിമെൻ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇത് കോടതി ഏതാണ്ട് ഇത് വീണ്ടും അപ്പോൾ പറഞ്ഞു ചീഫ് സെക്രട്ടറി പറയട്ടെ, നിങ്ങൾ പറയുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കോടതി. അപ്പോൾ ഏറ്റവും അവസാനം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. അതെനിക്ക് മാത്രം പറയാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കോടതിയോട്, കോടതി അനുവദിക്കുമെങ്കിൽ ഒരു കാര്യം കൂടി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഇട്ടിരിക്കുന്ന അഭിഭാഷകൻ്റെ കൂട്ടും ഈ സംവിധാനങ്ങളുമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇടുക്കിയിൽ ജനിച്ചു വളർന്ന വെറും ഒരു ഇടുക്കിക്കാരനായിട്ട് ആണ് കഴിഞ്ഞ 1 മണിക്കൂർ ഈ കോടതിയിൽ നിന്നിരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇടുക്കിക്കാർ വെറും 5ാം തരം പൗരന്മാരായിട്ടാണ്. കാരണം കോടതിയും ഭരണകൂടങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് വല്ലാതെ പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ വല്ലാതെ എല്ലാ കാര്യത്തിലേക്കും കടന്നു കയറുന്ന, ഒരു സമാധാനമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് ഒരു ഇടുക്കിക്കാരൻ്റെ വികാരം. അപ്പോൾ എന്നോട് ചോദിച്ചു, പെട്ടെന്ന് ജോയ്സ് എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ നാട്ടിലെ ആളുകളുടെ വികാരമാണ്, ഇത് ഒരാളുടെ അല്ല, നാടിൻ്റെ ആകെ വികാരമാണ്. ഈ വികാരം നാളെ ആളുകളുടെ ഇത് കൂട്ടിച്ചേർന്ന് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഗ്രീവൻസായി ഇത് മാറും. ആ കളക്റ്റീവ് ഗ്രീവൻസസ് നാളെ ഒരു തരത്തിലുള്ള ഒരു എതിർപ്പായി, ഒരു സോഷ്യൽ ഡിസ്കണ്ടൻ്റായി മാറിയാൽ, അത് മറ്റു തരത്തിലേക്ക് രൂപാന്തരപ്പെട്ടാൽ നമ്മളൊക്കെ തോറ്റുപോകത്തേ ഉള്ളൂ, ഭരണകൂടവും കോടതികളും എല്ലാ സംവിധാനം. കാരണം ജനങ്ങൾ അത്രത്തോളം പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി വല്ലാണ്ടായി. അപ്പോൾ എന്നോട് മറ്റ് സീനിയർ അഭിഭാഷകർ ചോദിച്ചു, ജോയ്സ് എന്തിനാ അത് പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും നേരം പറഞ്ഞതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ എനിക്കിതുകൂടി പറയേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. ഞാൻ ഈ കോടതിക്ക് എന്തെങ്കിലും അത് സംബന്ധിച്ച് അസ്വാരസ്യമുണ്ട്, ഞാൻ വേണമെങ്കിൽ ഇനി കോടതി വരായിരിക്കാം, പക്ഷേ ഇത്രയും പറയാതെ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞു. അല്ല, ഇതാണ് കോടതിയിലുണ്ടായത്. അല്ല, അത് ശരിക്കും ഇടുക്കിക്കാരുടെ വികാരമാണ്. അല്ല, ഇത് കോടതിയിലുണ്ടായതാണ്. കോടതിയിൽ അന്ന് ഹാജരായിരുന്ന മുഴുവൻ അഭിഭാഷകരുടെയും സാന്നിധ്യത്തിൽ കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ സംഭവമാണ് ബിജു ഈ പറയുന്നത്. അത് എനിക്ക് മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, വേറൊരാൾക്ക് അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് കോടതിയെ അവമാനിക്കാനൊന്നുമല്ല, അല്ലെങ്കിൽ പക്ഷേ ആ പൊതുബോധം കോടതിയെ കൂടി സ്വാധീനിക്കുന്ന പൊതുബോധത്തെ മറികടന്ന് പോകണം എന്നുള്ളതുകൊണ്ടാണ്. വലിയ റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അഭിഭാഷക വൃത്തി അല്ലാതെ മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ. അത് പൂർണ്ണമായും എൻ്റെ ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ വരുമാനവും എൻ്റെ തൊഴിലിൽ നിന്നുണ്ടാക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ, ഞാൻ നിരന്തരമായി ജോലി ചെയ്യുന്ന ഒരു കോടതിയിൽ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഞാനത് പറയുന്നത്. പക്ഷേ അത് പറയാതെ പോകാൻ പറ്റത്തില്ല. അത് പറയാതെ പോയാൽ ഇനിയും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു വിഷയത്തിൽ താങ്കൾ ഈ ഒരു വിഷയത്തെ വളരെ വ്യക്തമായി, എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയിലെ അഭിഭാഷകരിൽ ഏറ്റവും വ്യക്തമായി, ഒരുപക്ഷെ ഇടുക്കിയിലെ പൊതുപ്രവർത്തകരിലും ഈ ഒരു വിഷയത്തെ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരാളാണ്. നമുക്ക് ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. എന്തായാലും ഇടുക്കിയിലെ ജനങ്ങളെ കൊല്ലത്തേക്ക് ഇറക്കി വിടാൻ പറ്റില്ല, അവനിനി പട്ടയം കൊടുക്കാൻ പീഡിപ്പിക്കാൻ പറ്റില്ല, അവൻ്റെ പെൺകുട്ടികൾ വിവാഹം നടക്കണം, മക്കൾക്ക് പഠിക്കണം, മറ്റു ജില്ലക്കാർക്കുള്ള അതേ അവകാശങ്ങളും എല്ലാം ഇടുക്കിക്കാരനും ആവശ്യമാണ്. ഈ ഒരു വിഷയത്തെ എങ്ങനെ ആ വികാരം പൂർണ്ണമായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോടതിയോട് പറഞ്ഞത്, എനിക്കിത് കേട്ടപ്പോൾ ഞാൻ 5ാം തരം പൗരനായി ആണ് ഇടുക്കിക്കാരൻ നിൽക്കുന്നത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞത്. 1ഉം 2ഉം അല്ല പറഞ്ഞത്, 5ാം തരം പൗരൻ എന്നാണ് പറഞ്ഞത്. അത്രമേൽ അങ്ങോട്ടാണ് പറഞ്ഞത്. 2ാം തരം എന്ന് പോലും അല്ല പറഞ്ഞത്, 5ാം തരം എന്നാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഈ നമ്മളെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്കറിയാം ഇപ്പോൾ പട്ടയ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പട്ടയ നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് 10,000-ഓളം പട്ടയങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന 64 ചട്ടം അനുസരിച്ചിട്ടുള്ള പട്ടയമുണ്ട്. അപ്പോൾ നമ്മളൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ പട്ടയം അപ്പോൾ കിട്ടും, അല്ലെങ്കിൽ കിട്ടുന്നതിന് ശുപാർശ പറയണമെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും നമ്മളെ സമീപിക്കാറുണ്ട്.
അപ്പോൾ ഈ ഭൂമി 1971 മുമ്പ് കൈവശത്തിൽ വന്നവർക്ക് വലിയ പട്ടയം കിട്ടത്തുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ഞാൻ കോടതിയോട് പറഞ്ഞു, ഇതിൻ്റെ ഇടയിൽ 64 മുതൽ പട്ടയം കൊടുത്ത ഭൂമിയുടെ ഇടയിൽ കിടക്കുന്ന ഭൂമിക്കാണ് ഇപ്പോൾ ഈ പട്ടയം കൊടുക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ഒരു കുറേ ഭൂമി അങ്ങോട്ട് കയ്യേറി മാറ്റി വെച്ചിട്ടല്ല ഇത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത്, കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് ആളുകൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി വിധി വന്നപ്പോൾ എന്നെ ഒരാൾ വിളിച്ചു. ഈ വാർത്ത അത് സത്യത്തിൽ പത്രങ്ങളിലൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ പറഞ്ഞതിനകത്ത് എനിക്കൊന്ന് ആദ്യം ഓൺലൈനിൽ വന്നു, പിന്നെ ലോക്കൽ ചാനലുകൾ, അങ്ങനെയാണ് അത് ആളുകൾ അറിഞ്ഞത്. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, സാർ അത് പട്ടയം കിട്ടൂലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അല്ല എനിക്കൊരു 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലത്തിൻ്റെ പട്ടയം നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്, അത് കിട്ടിയിട്ട് വേണം കൊച്ചിന് വിദേശത്ത് പോകാനായിട്ടുള്ള ലോൺ എടുക്കാൻ. ബാക്കി എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ബാക്കി എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്, അത് കിട്ടിയിട്ട് വേണം കുട്ടിയുടെ പഠനത്തിനുള്ള പണം കണ്ടെത്താൻ എന്ന് അയാൾ എന്നോട് പറയുകയാണ്. അങ്ങേരുടെ ഒരു മാനസികാവസ്ഥ എത്രത്തോളം വേദന, അതും കൂടെ കൂടി കേട്ടതിൻ്റെ ആ വിഷമത്തിലാണ് ഞാൻ കോടതിയോട് അത് പറഞ്ഞത്. അതും കൂടെ കൂടി കേട്ടിട്ടാണ് ഞാൻ കോടതിയിൽ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ഒരാളുടെ ഒരു പ്രശ്നമുണ്ട് അത് ആ മനുഷ്യൻ്റെ ഒരു വ്യഥ എന്ന് പറയുന്നത്, മനുഷ്യൻ്റെയാണ് ആ സ്വപ്നം, മനുഷ്യൻ്റെ ആണെന്ന് ആഗ്രഹം. അപ്പോൾ അവരെ അതെ അവനെ അത് ഞാൻ പറഞ്ഞു. അത് അപ്പോൾ ഇത് കോടതിയിൽ നടന്ന, ഞാനിതെല്ലാം കോടതിയിലേക്ക് പോകുന്നതിന് വെച്ചാൽ ഇതെല്ലാം അവിടെ ചർച്ച ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കോടതി പറയുകയാണ്, 1964 71 മുമ്പ് കയ്യേറിയ ആളുകളെല്ലാം വിറ്റിട്ട് അവിടെയൊക്കെ പോയിട്ടുണ്ട്, അവരുടെ അനന്തരാവകാശികൾ ആരും ഇല്ലല്ലോ അവിടെ പട്ടയം, നിങ്ങൾ പിന്നെ ആർക്ക് പട്ടയം കൊടുക്കും, അവർ എന്നാ രേഖയിരിക്കണമെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത്. ഒക്കെ നമ്മൾ കോടതിയോട് പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ഭൂമിക്കാണ്, ഭൂമി അന്യ കൈവശത്തിൽ വന്ന ഭൂമിയാണ്, പിന്നീട് അത് വിറ്റിട്ടുണ്ട്. അപ്പോൾ അതിന് ആളുകൾ അപ്പോൾ ആരുടെ കയ്യിലാണ്, അവർക്കാണ് പട്ടയം കൊടുക്കുന്നത്. അല്ലാതെ അവർക്ക് പട്ടയത്തിന് അർഹതയുണ്ടെങ്കിൽ അവർക്കാണ് പട്ടയം കൊടുക്കുന്നത്. അതെങ്ങനെ പറ്റും, അത് ചട്ടത്തിന് വിരുദ്ധമാണെന്നാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, കോടതി അതിനങ്ങനെ കാണരുത്. കാരണം ഇത് ഇപ്പോൾ ബിജു പറഞ്ഞതുപോലെ അവിടുത്തെ മനുഷ്യരുടെ ഏക ആസ്തി അതാണ്. ആ ആളുകൾ 10-70 വർഷം മുമ്പ് അവിടെ ചെന്നു. അതിനകത്ത് പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്, മാറിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. പിള്ളേരുടെ വിദ്യാഭ്യാസം, ജോലി, മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അവരപ്പോൾ ആ ഭൂമി വിറ്റിട്ടുണ്ട്, അടുത്തയാളത് വാങ്ങിച്ചിട്ടുണ്ട്, അവരത് കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ഒരു സാമൂഹ്യ സാഹചര്യം രൂപപ്പെട്ടു വന്നത്, ഒരു സാമൂഹ്യ സംവിധാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ അണ്ടർമൈൻ ചെയ്യുന്ന, അതിനെല്ലാം ഒറ്റ ദിവസം കൊണ്ട് റദ്ദാക്കുന്ന ഒരു നിലപാടിലേക്ക് കോടതി പോകരുതെന്ന് പറഞ്ഞു. കാരണം കോടതിക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ഇത് അപ്പോൾ പക്ഷേ കോടതി അതിലങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ ആ സമയത്ത് അത് കോടതി അതിനെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു തീരുമാനം കോടതി പറയുന്ന ഘട്ടത്തിലേക്ക് കോടതിക്ക് എത്താൻ പറ്റിയില്ല. നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു, കോടതി ഒന്ന് അവസാനം പിന്നീട് കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ഉന്നയിക്കുന്ന ഒരു ആരോപണം, ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം വരാൻ നിൽക്കുമായിരിക്കും. അല്ല, ചീഫ് സെക്രട്ടറിയുടെ അല്ല, കോടതി ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ഇതിന് ഞാൻ ചോദിക്കട്ടെ, ഇതിന് ചീഫ് സെക്രട്ടറി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഉത്തരം കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്താ ചെയ്യുക? ഇത് ഇവിടുത്തെ പട്ടയങ്ങൾ വീണ്ടും റദ്ദാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ാണ് എൻ്റെ കൊട്ടാക്കമ്പൂർ വിഷയത്തിനകത്ത് പട്ടയം റദ്ദാക്കുന്നത്. എനിക്ക് 100%, പക്ഷേ ഞാനതിനെ രാഷ്ട്രീയമായി MP എന്ന നിലയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വിളിക്കുമോ എൻ്റെ ഭൂമിയുടെ വിഷയത്തിനകത്ത്? ഞാനത് കോടതികളിലൂടെ മാത്രമാണ് നോക്കുന്നത്. അതിന് പറഞ്ഞ കാരണം എന്താ? എൻ്റെ ഞാനിൽ പട്ടയം എടുത്തിട്ടില്ല, വിലയ്ക്ക് വാങ്ങിച്ച, അതിനകത്ത് ഒരു തർക്കവും ആർക്കും ഇല്ല. വിലയ്ക്ക് വാങ്ങിച്ച ഭൂമിയാണ്, ഭൂമി വിറ്റവരവിടെ ജീവിച്ചിരിക്കുന്നു, വാങ്ങിച്ചവർ ജീവിച്ചു, എല്ലാവരും ഉണ്ടല്ലോ. പക്ഷേ പട്ടയം എടുത്ത ആളുകളുടെ കാർന്നവന്മാരുടെ 3 തലമുറ മുതൽ അവരുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമിക്കാണ് അവർ പട്ടയം എടുത്തതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ പട്ടയം എടുക്കുന്ന ഭൂമിയിൽ നമുക്ക് പട്ടയം എഴുതി തന്ന ആളുകൾക്ക് പട്ടയം എഴുതി തരുമ്പോൾ 40-45 വയസ്സുണ്ട്. ഇവർ പട്ടയം എടുക്കുന്ന സമയത്ത് അവർക്ക് 30-38 വയസ്സുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞത് എന്താ, ഇവരുടെ തലമുറകളായി കൈവശം വെക്കുകയും പിന്മാറി കിട്ടുകയും ചെയ്ത ഭൂമി 71 മുമ്പ് കൈവശം വരണമല്ലോ. അപ്പോൾ 71 കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വെച്ചാൽ ഈ പറയുന്ന ആളുകൾക്ക് അന്ന് 4 വയസ്സോ 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെ ഇവർക്ക് പട്ടയം കൊടുക്കുമെന്നും പറഞ്ഞിട്ടാണ് എൻ്റെ പട്ടയം ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സർക്കാർ സംവിധാനമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ സർക്കാർ സംവിധാനം എല്ലാം കൂടെ കൂടിയിട്ട് കോടതിയിലേക്ക് എഴുതിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാവും. അപ്പോൾ അവിടെ എങ്ങനെ ഇത് ഞാൻ പറയുന്നത്, അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത്, ഇപ്പോൾ പിണറായി വിജയനോ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ നാളെ മറ്റാരെങ്കിലോ മുഖ്യമന്ത്രി ആവുന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ ഒരു ഭരണകൂട സംവിധാനമുണ്ട്. ഇതിനെ നിയമനിർമ്മാണത്തിലൂടെ നേരിടാൻ പാടില്ലേ? അല്ല, ഇത് ഇപ്പോഴത്തെ ഈ വിഷയം എന്താ, ഇത് നിയമമുണ്ടല്ലോ, നിയമം നിർമ്മിക്കേണ്ട കാര്യമില്ലല്ലോ, നിയമത്തെ കോടതി വ്യാഖ്യാനിക്കല്ലേ. ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം അല്ല, കോടതിക്ക് അങ്ങനെ വെറുതെ വ്യാഖ്യാനിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് അവിടെയാണ് പ്രശ്നം. എന്താ ഇപ്പോൾ കോടതി, അതാണ് നിയമനിർമ്മാണത്തെ സംബന്ധിച്ച് ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ നിയമത്തിനകത്ത് 1960 ഭൂപതിവ് നിയമം അനുസരിച്ചിട്ട് ഉണ്ടാക്കിയ ചട്ടം 71 ഭേദഗതി ചെയ്തു. 71 ഭേദഗതി 2024 കോടതി സംശയിച്ചിട്ട് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പം നിയമമുണ്ട് അവിടെ, ആ നിയമത്തിനകത്ത് ചട്ടമുണ്ട്, ആ നിയമത്തെയും ചട്ടത്തെയും വെച്ചിട്ട് കോടതി വ്യാഖ്യാനിക്കുകയാണ്.
ഈ ഘട്ടത്തിൽ വേണം നമ്മൾ കാണാൻ. ഇപ്പോൾ പുതിയൊരു നിയമനിർമ്മാണം ഗവർണർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയമുണ്ട്, ആ വിഷയമുണ്ട്. അവിടെ എന്താ, അവിടെ 1964 പതിച്ചു കൊടുത്ത ഭൂമി, അന്നു മുതൽ പതിച്ചു കൊടുത്ത ഭൂമിയിൽ ചട്ടവിരുദ്ധമായി നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊമേഴ്ഷ്യൽ, അത് ചട്ടവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞൊരു കാര്യമാണ്, അല്ലാതെ ഗവൺമെൻറ് പറഞ്ഞതല്ല. ഡിക്ലറേഷൻ സുപ്രീം കോടതിയുടേതും ഹൈക്കോടതിയുടേതുമാണ്. അപ്പോൾ ആ കോടതി ഉത്തരവിനെ കൂടി മറികടക്കാൻ നമ്മളൊരു നിയമം നിർമ്മിച്ചു. ആ നിയമത്തിൽ അപ്പോൾ ഇവിടെ കോടതി പറയുന്നത് എന്താ, ഇപ്പം ഈ കേസിൽ 71 വരെ കയ്യേറ്റക്കാർക്ക് ഭൂമി പതിച്ചു കൊടുക്കാനുള്ള അധികാരം 60 ആക്റ്റിൽ ഗവൺമെൻറ്റിന് ഇല്ലെന്നാണ് പറയണേ. കാരണം ഗവൺമെൻറ് ഭൂമി പതിച്ചു കൊടുക്കേണ്ടത് പബ്ലിക് പർപ്പസസിന് വേണ്ടിയിട്ടാണ്, പൊതു ആവശ്യങ്ങൾക്കും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഗവൺമെൻറ് അധികാരമില്ലെന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. ഇതേ പ്രതിസന്ധിയാണ് ഈ ഭൂമിയിൽ വീട് വെക്കുന്നതിനും കൃഷിക്കും വേണ്ടി പതിച്ചു കൊടുത്ത ഭൂമിയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ സംബന്ധിച്ച്, നടത്താൻ അനുവദിക്കുന്നതിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വളരെ വലിയ നിയമപരമായ ചർച്ചകൾ ഒട്ടനവധി തലത്തിൽ നടന്നു. അങ്ങനെ നടന്നതിന് ശേഷമാണ് ഗവൺമെൻറ് അതിനകത്ത് നിലവിലുള്ള ആക്റ്റിൽ അങ്ങനെ റെഗുലറൈസ് ചെയ്യാൻ, വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ അനുവാദം കൊടുക്കാനുള്ള അധികാരമില്ല. ആ അധികാരം ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് പുതിയ ഭേദഗതി. വളരെ ലളിതമായി ഇത്രയേ പറഞ്ഞുള്ളൂ. എന്താ പറയുക, ഇതുവരെ നടത്തിയിട്ടുള്ള നിർമ്മിതികൾ ചട്ടവിരുദ്ധമാണെങ്കിൽ അതിനെ കോടതി വിധികളും മറ്റ് സംവിധാനങ്ങളിലും ഒക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാലും അതിനപ്പുറം നിന്നുകൊണ്ട് ഗവൺമെൻറ്റിന് സാധൂകരിക്കാനുള്ള അധികാരം കൊടുത്തു. മുന്നോട്ട് അനുമതി നൽകാനുള്ള അനുവാദവും കൊടുക്കുന്നു. ഈ 2 അനുവാദവും കൊടുക്കാനായിട്ടാണ് നിയമസഭ ബില്ല്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, ഗവൺമെൻറ് എന്ന് പറയുന്നത് നിയമസഭ എന്ന് പറയുന്നത് 2-2 ആണ്. നിയമസഭയിൽ 140 MLA-മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നിയമം നിർമ്മിക്കാനാണ്. ഒരു ഭരണപരമായ കാര്യങ്ങൾക്ക് അവരിൽ നിന്ന് മുഖ്യമന്ത്രിയെയും എക്സിക്യൂട്ടീവ് മന്ത്രിമാരെയും തിരഞ്ഞെടുക്കുന്ന ഭരണനിർവഹണ സംവിധാനം ഉണ്ടാക്കും. അത് മുഖ്യമന്ത്രിയും എന്താ പറയുക മന്ത്രിമാർ ഉൾപ്പെടുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ്. അത് നിയമസഭയും 2-2 ആണ്. ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആകെ അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് നിയമസഭയോടാണ്, അക്കൗണ്ടബിൾ ടു ദ നിയമസഭയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യണമെങ്കിലും നിയമസഭ അധികാരം കൊടുക്കണം. അതിനാണ് നിയമനിർമ്മാണം. അപ്പോൾ നിയമസഭ കൊടുക്കാത്ത ഒരു അധികാരവും സർക്കാരിനില്ല. അതുകൊണ്ടാണ് നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്ന് നിയമസഭ ഒരു നിയമം പാസ്സാക്കി അതിലൂടെ സർക്കാരിന് അധികാരം കൊടുക്കുകയാണ്. എന്താ അധികാരം കൊടുത്തത്? ഇതുവരെയുള്ളതിനെ സാധൂകരിക്കാൻ, കോടതി വിധികളും മറ്റു കാര്യങ്ങൾക്കൊക്കെ അപ്പുറം നിന്നുകൊണ്ട് സാധൂകരിക്കാൻ, മുന്നോട്ട് അനുമതി കൊടുക്കാൻ. അപ്പോൾ ആ അധികാരം മാത്രം കൊടുക്കാനാണ് ബില്ലുണ്ടാക്കിയിട്ടുള്ളത്. ഈ അധികാരം ഇനി വിനിയോഗം, അപ്പോൾ അതിനെയാണ് ഗവർണർ പിടിച്ചു വച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, ഞാൻ വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ആ അധികാരം ഗവർണർ ഒപ്പിടുമ്പോൾ അധികാരം ഗവൺമെൻറ്റിന് കിട്ടും അല്ലേ. ഇനി ഇപ്പം ഇവിടെ ഉയർന്നു വരുന്ന ആശങ്കകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അധികാരം ഗവൺമെൻറ്റിന് കിട്ടിയതിന് ശേഷം ഗവൺമെൻറ് ആ അധികാരം വിനിയോഗിക്കാൻ തുടങ്ങുന്ന ഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സാധൂകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ, അത് 64 ചട്ടത്തിൽ ഭേദഗതി മതിയെങ്കിൽ അത് നമുക്ക് ആലോചിക്കണം. അതല്ല ഇനി പുതിയ ചട്ടമാണ് വേണ്ടെങ്കിൽ അതിനെല്ലാം ഉള്ള അധികാരം ഗവൺമെൻറ് കിട്ടുന്നുള്ളൂ. ആ അധികാരം വിനിയോഗിക്കുന്ന ഘട്ടത്തിൽ ഗവൺമെൻറ് ഇവിടുത്തെ ആളുകളുടെ അവകാശം കവർന്നെടുക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് നീതികേട് കാണിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെതിരെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നേ. അതിനകത്ത് രാഷ്ട്രീയമൊന്നും വേണ്ട, ഒരു തരത്തിലുള്ള രാഷ്ട്രീയം വേണ്ട. കാരണം ഇടുക്കിക്കാരന് ഇനി രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും ഒന്നും പറഞ്ഞ് നിൽക്കാൻ സ്പേസ് ഇല്ല മോനെ. നമുക്ക് ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഓരോ ദിവസവും കാലിൻ്റെ അടിയിൽ നിന്ന് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ കക്ഷി രാഷ്ട്രീയവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ മൂത്തത് കളയതും കളിക്കാനെന്നുള്ളൊരു സമയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. അപ്പോൾ ആ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ സംവിധാനത്തെ നമ്മൾ എതിർക്കണം. പക്ഷെ നിയമമേ ഉണ്ടാക്കാൻ പാടില്ല എന്ന് നമ്മുടെ ആളുകൾ തന്നെ പറയുമ്പോൾ നമ്മളെന്താ പറയുക? അത് ഒരു വിത്തെടുത്ത് കുത്തി തിന്നുന്ന ഒരു സൈസ് നിലപാടിന് തുല്യമായിട്ട് പോകും. അതുണ്ടാവരുതെന്നാണ് വളരെ വിനയപൂർവ്വം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ മാത്രം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൻ്റെയും ഭാഗമായി നിന്നുകൊണ്ടല്ല ഇവിടെ അഭിപ്രായം. എനിക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്, രാഷ്ട്രീയ അഭിപ്രായമുണ്ട്, രാഷ്ട്രീയ പക്ഷമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് എന്നോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം എൻ്റെ ഒരു നിയമപരമായതുകൊണ്ട് ഒരു അഭിഭാഷകൻ എന്ന നിലയിലുള്ള എൻ്റെ അഭിപ്രായമാണ്. ഇപ്പോൾ താങ്കൾ പറയുന്നു വന്ന ഒരു നിയമം അതിനെ പോലും സ്വന്തം ജനങ്ങൾ തന്നെ എതിർക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊക്കെ കുറേ പ്രശ്നങ്ങൾ നിലനിൽക്കും. എൻ്റെ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. താങ്കൾ ഈ ഒരു വിഷയം വ്യക്തമായി പഠിച്ചു, അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലെ നിയമവിദഗ്ധനാണ്. അതുകൊണ്ടാണ് ചോദ്യം, ഇത് എവിടെ കൊണ്ട് തീർക്കാമെന്നാണ് താങ്കൾ? അല്ല, ഈ വിഷയത്തിനകത്ത് ഇതിനകത്ത് എൻ്റെ വളരെ വിനീതമായൊരു അഭിപ്രായം, ഇതിനകത്ത് ഒരു പീസ് മീലായിട്ട് ഇങ്ങനെ ഒരു വിഷയം സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞ കോടതിയിലുണ്ടായതുപോലുള്ള പുതിയ പുതിയ വിഷയങ്ങളുണ്ടായി വരും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഇപ്പോൾ ആദ്യം ബിജു പറഞ്ഞല്ലോ, ഇടുക്കിക്കാരെ മുഴുവൻ ഒഴിവാക്കി വിട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുമില്ലയോ എന്ന്. അവിടെയും എൻ്റെ എളിയ അഭിപ്രായം,
ഇവിടുത്തെ ആളുകളെ ഒഴിവാക്കാൻ വലിയ പാടില്ലാത്തതാണ്. അതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോ, ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ നിന്ന് ആളുകൾ മുഴുവൻ കുടിയൊഴിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പാലായിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു സ്വകാര്യ ചടങ്ങിൽ ചെല്ലുമ്പോൾ അവിടെ 4 ആളുകളെ അവിടെ വെച്ച് കണ്ടു. 4 ആളുകൾ അവിടുത്തെ പുതിയ താമസക്കാരാണ്. ആ 4 ആളുകൾ ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് പ്രദേശത്തു നിന്ന് അല്ല, വാഴക്കുളം, പൈങ്ങോട്ടൂര്, നമ്മുടെ പടിഞ്ഞാറേക്കോടിക്കുളം തുടങ്ങി ഈ എന്താ പറയുക ഞാറക്കാട് തുടങ്ങി മൂവാറ്റുപുഴ, അതുപോലെ ഊന്നുകല്ല് തുടങ്ങി. ഞാനിപ്പോൾ ഓർക്കാണ്, നമ്മൾ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്ന പല ആളുകളും അവരുടെ വിവാഹം അല്ലെങ്കിൽ മരണമൊക്കെയായി ബന്ധപ്പെട്ട് പോകേണ്ടി വരുന്നത് പാറത്തോട്ടിലും മരിയാപുരത്തും കാമാക്ഷിയിലും തങ്കമണിയിലും അതല്ലെങ്കിൽ നെടുങ്കണ്ടത്തും അതല്ലെങ്കിൽ ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന ആളുകളുടെ പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ ഇവിടെയാണല്ലോ പോകേണ്ടതെന്ന് ഓർത്തിട്ടാണ് ഫോണിൽ ആദ്യം എടുക്കുക. അപ്പോഴാണ് അവർ പറയുന്നത് ഞാൻ നെല്ലിക്കുഴിയിലാണ് താമസിക്കുന്നത്, ഞാനല്ലെങ്കിൽ ഊന്നുകല്ലിലാണ് താമസിക്കുന്നത്, അതല്ലെങ്കിൽ ഞാൻ കോടിക്കുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു അരക്ഷിത ബോധം വല്ലാണ്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ വളർത്തിയെടുക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. സമയം ഒരുപാട്, എന്തായാലും ഞാൻ വളരെ വ്യക്തത വേണ്ട ഒരു വിഷയമാണ്. അതാണ് ഇത്രയും അല്ല, ആ ചോദ്യത്തിനോട് സമയമുണ്ടെങ്കിൽ ഒരു ഉത്തരം പറയാം. എന്താണ് പരിഹാരം നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് വേണ്ടത് എന്താണ്, ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഈ വിഷയം ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, ഞങ്ങളെപ്പോലെ രാഷ്ട്രീയവും അഭിഭാഷക വൃത്തി ഒരുമിച്ച് കൊണ്ട് നടക്കുന്നവരുണ്ട്, അഭിഭാഷകർ മാത്രമായിട്ടുള്ളവരുണ്ട്. ഈ ആളുകളെല്ലാം പ്രശ്നം ഇവർ ഓരോരുത്തരും അവരവരുടേതായ കാഴ്ചപ്പാടുകൾ അവരവരുടേതായ താല്പര്യത്തിന് വിധേയമായിട്ട് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. ആ ആശയക്കുഴപ്പം ഉണ്ടാക്കലും നിർത്തണം. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായി ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞ മുഴുവൻ കാര്യവും എനിക്ക് 100% ബോധ്യം ഉറപ്പുള്ള കാര്യമാണ്. അത് സുപ്രീം കോടതി വരെ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് അല്ല ഞാൻ പറയുന്നത്, അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഞാൻ കോടതിക്കുള്ളിൽ നടന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ തൊഴിലിനെ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉപജീവന മാർഗ്ഗം അതാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസ്യതയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മുതൽ മുടക്ക് ആസ്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്നൊന്നും ഞാൻ പറയില്ല. അതാണ് നിൽക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസ്യതയാണ് എൻ്റെ ഏറ്റവും വലിയ ആസ്തി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനപ്പുറത്തേക്കൊന്നും പറയില്ല. ഒരു താല്പര്യത്തിനും വേണ്ടി ഞാനൊരു കാര്യം മാറ്റി പറയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ആളുകളെ ബോധിക്കും. കാരണം നമ്മളുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ആളുകൾക്ക് അവരുടെ വിഷയങ്ങളേ ഉള്ളൂ ബിജു. അല്ലാതെ അതിൻ്റെ നിയമപ്രശ്നമോ അതിൻ്റെ സാങ്കേതികത്വമോ അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം അല്ല, ആളുകൾക്ക് അതിൻ്റെ പരിഹാരമൊന്നും അറിയില്ല. ആളുകൾക്ക് അവരുടെ വിഷയമുള്ള, അല്ലാതെ അവർക്ക് അതിൻ്റെ നിയമപ്രശ്നമോ സങ്കീർണതകളോ അതിൻ്റെ പരിഹാരമാർഗ്ഗമൊന്നും അറിയില്ല. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വേണ്ടത് എന്താ, അവർക്ക് പരിഹാരമാണ് വേണ്ടത്. ആ പരിഹാരം ഉണ്ടാകണമെങ്കിൽ, ഈ വിഷയങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഒന്ന്, നമുക്കെതിരെ നിൽക്കുന്ന പൊതുബോധം മാറണം. ആ പൊതുബോധം മാറ്റാനുള്ള ശ്രമത്തിലാണ് 2007 മുതൽ ഒരു വലിയ തലത്തിൽ അത് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാനൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ, ഇടുക്കിക്കാർക്ക് വേണ്ടി പറയുമ്പോൾ, ഹൈറേഞ്ചുകാർക്ക് വേണ്ടി പറയുമ്പോൾ, മലയോരത്തെ ആളുകൾക്ക് വേണ്ടി പറയുമ്പോൾ മുഴുവൻ ആളുകൾ അപ്പുറത്ത് നിന്ന് നമ്മളെ കല്ലെറിയുന്ന സ്ഥിതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ സംസാരിക്കുന്ന ആളുകളുടെ കൂടെ കൂടാൻ ഒരു വലിയ വിഭാഗം ആളുകളുണ്ടായിട്ടുണ്ട്. മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ തുടങ്ങി വെച്ചതാണ്. ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മാറ്റം പോരാ. കുറച്ചുകൂടി ആളുകളുടെ പൊതുബോധം വേണം. നമ്മുടെ ആളുകളെയും എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മുടെ ആളുകളുടെ ഇടയിൽ കൂട്ടായ്മ ഉണ്ടാക്കണം. ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്ന് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. യെസ്. ഇപ്പോൾ എന്തായാലും നമുക്ക് സമയം നിസ്സാര മിനിറ്റുകൾ കൂടി ഉള്ളൂ. എന്നാൽ നമുക്ക് ഇലക്ഷനിലേക്ക്, അടുത്തൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വീണ്ടും വരികയാണ്. സ്ഥാനാർത്ഥിയാവുമോ? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ചാൽ എന്നോട് ഇതുവരെ മത്സരിക്കണമെന്നാരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഞാൻ എൻ്റെ 5 വർഷക്കാലത്തെ പാർലമെൻറ്റ് അംഗമെന്ന നിലയിലുള്ള എൻ്റെ ഇടപെടലിലൂടെ ഞാനീ പറഞ്ഞ പൊതുബോധം മാറ്റുന്നതിന്, അത് പാർലമെൻറ്റിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഞാനാണ് വിലയിരുത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ മലയോര മേഖലയിലെ, ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലാകെയുള്ള വികസനപരമായ ഒട്ടനവധി പ്രതിസന്ധികൾ അതിന് പരിഹരിക്കുന്നതിനാവശ്യമായ തുടക്കം കുറിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിരുന്നു. അതിനൊരു തുടർച്ച ഉണ്ടാവേണ്ടതുണ്ടായിരുന്നു. അതിനകത്ത് തുടർച്ച ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ അതും ഞാനാണ് വിലയിരുത്തേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം, ഇടുക്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രതിസന്ധികൾ ഇത് നെഞ്ചിക്കൊണ്ട് പറയാനൊരാൾ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തോട് പറയാനൊരാൾ ഉണ്ടാവേണ്ടത് ഈ നാടിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് ആവശ്യമാണ്. അങ്ങനെ പറയുന്നത് മാത്രമേ ലോകം കേൾക്കൂ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴൊക്കെ ലോകം കേട്ടിട്ടുണ്ട്. ഞാൻ MP ആയിരുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ. അങ്ങനെ പറയാൻ
അതിന് ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഒരു പിൻബലത്തോട് എനിക്കത് വ്യക്തമായിട്ടാണ്. ഞാൻ ആ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും അടുത്ത് നിന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് കേന്ദ്രത്തിൽ ഭരണമില്ലാതിരുന്നിട്ട് പോലും സ്വാധീനം ചെലുത്തുവാനും തീരുമാനങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അല്ല, ഞാൻ പറഞ്ഞത് ബിജു, അങ്ങനെ ഒരു പാർലമെൻറ്റ് അംഗം എന്ന ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അത് പറയുന്നതിന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ജോയ്സ് ജോർജ് പറയുന്നതും ജോയ്സ് ജോർജ് MP ആയിരുന്നപ്പോൾ പറഞ്ഞതും ഇനി MP ആയാൽ അന്നേരം പറയുന്ന തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അങ്ങനെ ഇടുക്കിക്കാരുടെ ശബ്ദം ഒന്നുകൂടി പറയാനൊരു അവസരം എനിക്ക് കിട്ടിയാൽ ഞാൻ വേണ്ട എന്ന് വെക്കില്ല. എന്നോട് മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ മത്സരിക്കും. എൻ്റെ ഒരു ചോദ്യം ഒഴിവായി കിട്ടി. ഇടതുപക്ഷമുള്ള ആളുകൾ മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നായിരുന്നു ചോദ്യം. ആ ചോദ്യം കൂടെ തീർന്നു അല്ലേ? അല്ല, എന്നോട് അങ്ങനെ അത് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം എനിക്കൊരു അധികാരം കിട്ടാനോ പദവിയിലെത്താനോ വേണ്ടിയല്ല. ഞാൻ ഇതുവരെ കൊണ്ടുവന്നിരുന്ന, ഞാൻ കൊണ്ടു നടന്നിരുന്ന, ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന, തീവ്രമായി കൊണ്ടു നടക്കുന്ന, പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി കാര്യമുണ്ട്. അത് പറയാനും അത് പറയുന്നത് കേൾപ്പിക്കാനും അതുണ്ടാവണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ആ ആഗ്രഹം സഫലീകരിക്കാൻ കിട്ടുന്ന ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും. അതെന്നോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറഞ്ഞാൽ താങ്കൾ എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും മറ്റു രാഷ്ട്രീയപരമായ ഒരു ധാരണകൾ, ഇപ്പോൾ കേരള കോൺഗ്രസ് ഒക്കെ കൂടെ വന്നിട്ടുണ്ട് ഇടതുപക്ഷത്തിന്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ധാരണകൾ, രാഷ്ട്രീയപരമായ തീരുമാനം ഇല്ല എങ്കിൽ താങ്കൾ തന്നെ ആയിരിക്കാം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഒരു വിലയിരുത്തലാണ്. അത് പാർട്ടിയെ തീരുമാനിക്കും, വിലയിരുത്തുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഞാനൊക്കെ വിലയിരുത്തുന്നത് എപ്പോഴും ജോയ്സ് ജോർജ് തന്നെയായിരിക്കും, UDF ഡീൻ കുര്യാക്കോസ് തന്നെ. കാരണം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മാറ്റപ്പെടുന്ന 4 MP, സിറ്റിംഗ് MP 4 പേര് മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ TN പ്രതാപനൊക്കെ തൃശ്ശൂരിൽ ചുവരെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും തന്നെ മത്സരിക്കുമെന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളത് എൻ്റെ ഒരു വിലയിരുത്തലാണ്. നാളെ മാറാം. ഒരു പക്ഷേ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പം ഇതിൻ്റെ പേരിൽ എന്നെ ആരും പൊങ്കാലയിടാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞ പോലെ ആർജവത്തോടു കൂടി അവനവൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവനവൻ്റെ കാഴ്ചപ്പാട് പറയാനുള്ള തീരുമാനം അതെനിക്കുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് മുമ്പും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇനി താങ്കളോട് ചോദിക്കാനുള്ളത്, ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായ രാഷ്ട്രീയമായി ഇതൊന്നും വന്നില്ല എങ്കിൽ പോലും ജനങ്ങൾ അറിയപ്പെടുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും താങ്കൾ തന്നെയാണ് ഇടതുപക്ഷത്തിന് പാർലമെൻറ്റിലേക്ക് വരാനുള്ളത്. താങ്കൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായി വിഷയം തന്നെയാണോ? അല്ല, ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരഭിപ്രായം പറയാനിപ്പോൾ തയ്യാറല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. കൃത്യമായ പക്ഷമുണ്ട്. അത് തീരുമാനിക്കേണ്ടത് പൂർണ്ണമായ ഇടതുപക്ഷമാണ്. മാത്രമല്ല, സ്ഥാനാർത്ഥി ആകണമെന്ന അമിതമായ ആഗ്രഹമോ ഇനി ആയില്ലെങ്കിൽ അതുകൊണ്ട് വലിയ നിരാശയൊന്നും എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരവസരം കിട്ടിയാൽ, അത് 2014 അങ്ങനെ തന്നെയായിരുന്നു, ഒരു അവസരം വന്നപ്പോഴാണ് ഞാൻ അതിനകത്ത് മത്സരിച്ചത്. ഒരവസരം കിട്ടിയാൽ അത്രയും മാത്രമേ ഉള്ളൂ. അവസരം കിട്ടിയാൽ ഞാൻ എൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ട. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചാൽ, അങ്ങനെ അത് മുന്നോട്ട് വെക്കാന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന പക്ഷം മുന്നോട്ട് വെച്ചാൽ ഇടതുപക്ഷത്തോടാണ് ഇപ്പം ഞാൻ ഇടതുപക്ഷത്താണ് പൂർണ്ണ നിൽക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ബോധ്യങ്ങൾ അങ്ങനെയാണ്. അതെൻ്റെ ബോധ്യമാണ്. അത് ചർച്ച ചെയ്യേണ്ട വേദി ഇതല്ലാത്തത്. അപ്പോൾ അങ്ങനെ എന്നോട് അവർ മുന്നോട്ടൊരു കാര്യം വെച്ചാൽ ഞാൻ വേണ്ട എന്ന് പറയില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മത്സരിക്കില്ല എന്ന് പറയില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്രയും അല്ലാതെ എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞില്ല. എനിക്ക് ആഗ്രഹമില്ല. പിന്നീട് ഉള്ളൊരു കാര്യം, ഇപ്പോൾ ബിജു ചോദിച്ചൊരു കാര്യം, സ്വാഭാവികമായി ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം പറയാം. ഇടുക്കി നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധികളിൽ ഞാൻ പറഞ്ഞ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിനി ഞാൻ അതിനെ സംബന്ധിച്ചിട്ട് കൂടുതൽ വീണ്ടും പറയേണ്ട കാര്യമില്ല. അതിനപ്പുറത്തൊരു കാര്യമുണ്ട്. നമ്മളുടെ ചെറുപ്പക്കാർക്ക് നമ്മൾ പ്രതീക്ഷ കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട അതാണ്. ഞാനിപ്പോൾ പാർലമെൻറ്റ് അംഗമായിരുന്ന സമയത്ത് 2 പദ്ധതികൾ, ഒന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പ്രോജക്റ്റ് ഐസ് നടത്തി. മറ്റൊന്ന് ഞാൻ ഐഡിപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എൻ്റർപ്രണർഷിപ്പിൻ്റെ പ്രൊമോഷൻ പരിപാടിയാണ്. എനിക്ക് വളരെ കുറച്ച് കാലം കിട്ടിയുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ചെറുപ്പക്കാരായ ആളുകൾ, കുട്ടികൾ, നമ്മളുടെ യുവത്വത്തെ, കൗമാരത്തെ നമ്മൾ പ്രതീക്ഷ കൊടുത്ത് അവർക്ക് സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ നിലനിർത്തണം. അതിന് നമ്മളുടെ ജില്ലയോളം സാധ്യതയുള്ള മറ്റൊരു പ്രദേശമില്ല. നമ്മളുടെ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകൾ, നമ്മളുടെ മറ്റൊട്ടനവധി സാധ്യതകളുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻഡസ്ട്രിയായി നമ്മുടെ സാധ്യതകൾ വളരെ വലുതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് നമ്മുടെ പ്രദേശത്തെ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് ടൂറിസം മേഖലയെക്കുറിച്ചും കാർഷിക മേഖലയെക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്.
അതൊരു പക്ഷെങ്കിൽ എന്റെ പ്രതീക്ഷ ശരിയാണ്, സ്ഥാനാർത്ഥിയെ വന്നു കഴിയുമ്പോൾ ചോദിക്കാന്നാണ് ഞാൻ അല്ല അങ്ങനെയല്ല ഞാൻ ഇപ്പൊ അതിനൊരു വേദി അല്ല. ഞാൻ താങ്കളോട് ചോദിക്കാണ്, ഇവിടെ കാർഷിക വിളകൾക്ക് വില തകർച്ചയുണ്ട്, പാർലമെന്റ് ഇപ്പൊ അടിസ്ഥാന വിലയ്ക്ക് സംസാരിക്കുന്നു, ഇപ്പൊ എനിക്ക് ചോദിക്കാൻ കൊള്ളില്ല. അല്ല അങ്ങനെയല്ല നമ്മൾ മുന്നനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഇപ്പം ഞാൻ പാർലമെന്റ് അംഗമായിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ആകെ ടൂറിസം, ഒരു മേജർ ടൂറിസം പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് അനുവദിപ്പിച്ചത് ഇടുക്കിയിലാണ്. സ്വദേശി ദർശൻ സ്കീം. വാഗമണ്ണിൽ, ഇടുക്കിയിൽ നമ്മുടെ ഇക്കോ ലോഡ്ജ് ഉൾപ്പെടെ നടക്കുകയാണ്. 100 കോടി രൂപയാണ്. വാഗമണ്ണിൽ നമ്മളന്ന് തുടങ്ങി വെച്ച പദ്ധതിയുടെ ഇപ്പോൾ വാഗമൺ വലിയൊരു ഡെസ്റ്റിനേഷനായി മാറി, ഇടുക്കി മാറുകയാണ്. അപ്പോൾ എനിക്ക് തുടങ്ങി വെക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇപ്പോൾ ഫലപ്രാപ്തിയിലെത്തി വരുമ്പോൾ അത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒരു തുടർച്ച ഉണ്ടായില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയ്ക്കല്ല, കേരളത്തിന് തന്നെ സ്വദേശി ദർശൻ സ്കീമിൽ കാര്യമായ ഒരു ഫണ്ടും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മളെടുത്തിട്ടുള്ളൊരു വലിയ പെയിൻ ഉണ്ട് അവിടെ ഡൽഹിയിലും അല്ലാതെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട് അങ്ങനെ ടൂറിസം മാത്രമല്ല, ഇപ്പോൾ പശ്ചാത്തല വികസനം ബിജു ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ടൂറിസം മേഖല പറയണമെങ്കിൽ പശ്ചാത്തല വികസനം ഉണ്ടാണ്. 2014 നിങ്ങൾ എന്നെ ജയിപ്പിക്കുമ്പോൾ ഇടുക്കിയാണ് ഇപ്പോഴത്തെ ഇടുക്കിയുടെ പശ്ചാത്തല മേഖലയിലുണ്ടായ മാറ്റം എത്ര വലുതാണ്. അതിന് തുടക്കം കുറിക്കാൻ ബഹുമാനപ്പെട്ട മണിയാശാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതിന് തുടക്കം കുറിക്കാനും പിന്നെ മണിയാശാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പം നിന്ന് അതിനെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചതിലുള്ള ഒരു ഇടുക്കിക്കാരൻ എന്നുള്ളതിലുള്ള വലിയ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഇന്ന് കേരളത്തിലെ ഏറ്റവും മനോഹരമായ റോഡുകളുള്ളത് ഹൈറേഞ്ചിലാണ്. പ്രത്യേകിച്ച് മൂന്നാർ, ബോഡിമെട്ട്, പൂപ്പാറയൊക്കെ എത്ര പാടുപെട്ടുണ്ടാക്കിയ റോഡാണെന്നറിയോ. അതൊക്കെ ഇന്ന് ഇന്ന് ഇന്ത്യയിൽ തന്നെ അല്ല ഇന്നല്ല ഞാൻ പറഞ്ഞത്, ഇന്ന് ഇടുക്കിയിലെ ടൂറിസം. ബിജു 2019 ഞാൻ ഈ റോഡ് നിർമ്മാണങ്ങൾ തുടങ്ങി വെച്ചൊരു ഘട്ടത്തിലാണല്ലോ മത്സരിക്കുന്നത്. ഞാനന്ന് മത്സരിക്കുന്ന സമയത്ത് എനിക്കെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഞാനെന്തോ വികസനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്നു എന്നാണ്. പക്ഷേ ഇപ്പം എന്താ സ്ഥിതി? ഞാൻ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമായില്ലേ? നമ്മൾ പറഞ്ഞതെല്ലാം നമ്മൾ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മൾ ഒരു ഘട്ടത്തിൽ പറയുന്നതല്ല പിന്നീട് ഒരു ഘട്ടത്തിൽ പറയുക, അല്ല ആളുകൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ആളുകളെ ബോധ്യപ്പെടുത്താനൊന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായൊരു കാര്യം, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് എന്താ പറയുക, അങ്ങനെ ആളുകൾ പെട്ടെന്ന് നന്ദിപൂർവ്വം ഓർക്കുകയോ, എല്ലാ പൊതുപ്രവർത്തകരും, അത് ഒരാളുടെ കാര്യമില്ല, പൊതുപ്രവർത്തനം ഒരു താങ്ക്ലെസ് ജോബാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ അതിനെ ആ തരത്തിൽ അല്ല അങ്ങനെയല്ല. അത് അങ്ങനെ ആളുകൾ എല്ലാ കാര്യം നന്നായി ഓർക്കുമോ, അല്ലെങ്കിൽ അത് പറയേണ്ട സമയത്ത് പറയുമോ ഓർക്കുകയൊന്നും ചെയ്യുന്ന പൊതുവായുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ചില പൊതുപ്രവർത്തകരെ കിടക്ക് പൂർണ്ണമായും നമ്മളിങ്ങനെ എന്താ പറയുക, ഈ പ്രചരണത്തിൽ മാത്രമായിട്ട് നിൽക്കണം. ഞാനൊക്കെ വക്കീൽ മാത്രമായിരുന്നുകൊണ്ട് ഈ പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അങ്ങനെയുള്ള ചില തന്ത്രങ്ങളും അത് ടാക്ടീക്സുകളൊന്നും എനിക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. ഞാൻ വളരെ പച്ചയായ മനുഷ്യനാണ്. ബിജു ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഞാൻ പറയാവുന്ന മറുപടികൾ അവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ രണ്ടാമത് ഒന്നോടെ ആലോചിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിലേക്കുള്ള മറുപടികളായിരിക്കില്ല ഞാൻ പറഞ്ഞത്. കാരണം ഞാനൊരു പൂർണ്ണമായിട്ടും ആ തരത്തിലൊരു രാഷ്ട്രീയക്കാരനാണെന്ന് ചോദിച്ചാലല്ല, പക്ഷേ ഞാനൊരു ഇടുക്കിക്കാരനാണ്, ഞാനൊരു കുടിയേറ്റ കൃഷിക്കാരനാണ്, ഞാൻ അടിസ്ഥാനപരമായ ഒരു കൃഷിക്കാരനാണ്. ഞാൻ വക്കീലായി നിൽക്കുമ്പോഴും എൻ്റെ തൊഴിൽ കൊണ്ട് നടക്കുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സ് അല്ല അത് ഹൈക്കോടതിയിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കേസാണ്. ഞാനിപ്പോഴും പറയുന്നു, അതിനകത്ത് ഞാനതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ചിട്ട് എൻ്റെ പിതാവ് മരിച്ചു പോയിട്ട് 10 മാസമായിരുന്നു. എൻ്റെ പിതാവ് വിലയ്ക്ക് വാങ്ങിച്ച ഭൂമിയാണത്. അത് ഞങ്ങളുടെ മക്കളുടെ പേരിൽ എഴുതി തന്നൊരു ഭൂമിയാണ്. ഇടുക്കിയിലെ എല്ലാ കുടിയേറ്റ കൃഷിക്കാരെയും പോലെ അധ്വാനിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. അതിനുശേഷം പിന്നീട് ഞാനൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ മാത്രം ഒരു കേസുണ്ടാക്കി. അത് ഒരു രാഷ്ട്രീയ നിലപാട്. അതിനകത്ത് ഞാൻ എന്താ പറയുക, രാഷ്ട്രീയ പാർട്ടി അതിനകത്ത് കൃത്യമായി അതിനകത്ത് കോൺഗ്രസും അവരോടൊപ്പം നിന്നിരുന്ന മരിച്ചുപോയ PT തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ അത് വളരെ മോശമായി ഉപയോഗിച്ചു. പക്ഷേ അതിനപ്പുറത്ത് ഞാൻ ഇവിടുത്തെ കൃഷിക്കാർക്കും നിലപാടെടുത്തതിൻ്റെ പേരിൽ, പരിസ്ഥിതി സംഘടനകൾക്കെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ, ഈ പറയുന്ന മറ്റ് നിലപാടുകളെടുത്തതിൻ്റെ പേരിൽ അസ്വസ്ഥരായ ഒരു വലിയ വിഭാഗം ആളുകൾ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൂടി സ്വാധീനിച്ചുകൊണ്ടാണ് എനിക്കെതിരെ ആ സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചൊക്കെ പറയണമെങ്കിൽ വേറൊരു എപ്പിസോഡ് വേണ്ടി വരും. ഞാനതുകൊണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും താങ്കളെ ഈ ഫേസ് ടു ഫേസിൻ്റെ ഈ ഒരു തട്ടകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് എനിക്ക് ഈ ഭൂവിഷയത്തിലുള്ള വ്യക്തതയായിരുന്നു. ഈ കോടതിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത വേണം. കാരണം അത് ജനങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോഴും അറിയുന്നു ഇടുക്കിയിലെ ജനങ്ങൾക്ക് പട്ടയം ഇനി കിട്ടില്ല. അപ്പം അതിന്റെ ഒരു മറുപടി ആയിരുന്നു ഈ കോടതിയിൽ സംഭവിച്ച പട്ടയം കിട്ടില്ല എന്നുള്ള തലത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അല്ല, അത് ജനങ്ങൾക്കുള്ളിലുള്ള അത് ബിജു കോടതിക്കകത്തും പുറത്തും ഏതറ്റം വരെ പോയി ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇടുക്കിയിലെ ആളുകൾക്ക് പട്ടയം കൊടുപ്പിച്ചിരിക്കും. അതിനകത്ത് സംശയം വേണ്ട. അല്ല, ഇടുക്കിയിലെ ആളുകൾക്ക് പട്ടയം കിട്ടിയിരിക്കും. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശമുണ്ട്, ലാൻഡ് രജിസ്റ്ററിൽ ഏലം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ പ്രശ്നമുണ്ട്.
അങ്ങനെ പട്ടയം കിട്ടാതെ പോകുന്ന ഒട്ടനവധി പ്രതിസന്ധി, ഇപ്പോൾ ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾ, ഇപ്പോൾ കുഞ്ചിത്തണ്ണി ഉൾപ്പെടെയുള്ള സ്ഥലത്തെ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു നമ്മളുടെ ഈ വലിയ കണ്ടം, വെള്ളയാങ്കുടിക്കും കട്ടപ്പനയ്ക്കും ഇടയിലുള്ളത്. നമ്മൾ കൃത്യമായ ഇടപെടലാണ് ട്രൈബൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ആളുകൾ. ഞാൻ എംപയറി സമയത്താണ് പട്ടയം കൊടുപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പട്ടയം കിട്ടില്ല എന്നുള്ള ആശങ്ക വേണ്ട, നമ്മൾ പട്ടയം കൊടുപ്പിച്ചിരിക്കും. ഒരു പ്രചരണം, അതിനൊരു വ്യക്തത വരുത്തുവാൻ വേണ്ടിയാണ് ഞാൻ താങ്കൾ കൃത്യമായി കാണുന്ന കോടതിയിൽ ഇടപെട്ട ഒരാളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം കഴിയുകയാണ്. അവസാനമായി പ്രേക്ഷകരോട് അല്ല, ഈ നമ്മൾ ഇടുക്കിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പൊതുബോധം, ആ പൊതുബോധം നമ്മൾ തീർച്ചയായും മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മളാരും കയ്യേറ്റക്കാരല്ല. കുടിയേറ്റം പോലും ഗവൺമെൻറ്റുകളുടെ പ്രോത്സാഹനത്തിൽ വന്നതാണ്. മാത്രമല്ല, നമ്മളിവിടെ കുടിയേറിയതിൻ്റെ ഗുണം മുഴുവൻ ലഭിച്ചത് ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനുമാണ്. അത് നാണ്യവിളകളായും കരണ്ടായും മറ്റൊത്തിരി സൗകര്യങ്ങളായും ഇപ്പോൾ ടൂറിസമായിട്ടും മറ്റു രീതിയിലുമൊക്കെ. അപ്പോൾ അങ്ങനെ അധ്യധ്വാനം ചെയ്ത, യാതന അനുഭവിച്ച ഒരു തലമുറയുടെ പിൻതലമുറക്കാരായി നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ, നമ്മൾ കുടിയേറ്റക്കാരെന്ന് ചാപ്പ് കുത്തപ്പെടുമ്പോൾ അപമാനിക്കപ്പെടുന്നത് നമ്മളുടെ പൂർവികരാണ്. നമ്മളുടെ പൂർവികരായ ആളുകളെ കൂടി ഈ പറയുന്ന ഈ തെറ്റായ പ്രചരണത്തിൻ്റെ മറയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ സ്വത്വത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട്, അസ്തിത്വം തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെ തെളിയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധികളെ പരിഹരിക്കാനാവൂ. അതിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും ഈ നമ്മളുടെ പ്രതിസന്ധികൾ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാവണം. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് വിഷയങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനപ്പുറത്ത് കൃത്യമായ പൊതുബോധം, കസ്തൂരിരംഗൻ വിഷയത്തിൽ നമ്മൾ ഉണ്ടാക്കിയതുപോലെ, അല്ലെങ്കിൽ അന്ന് നമ്മൾ പരിഹരിക്കപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തതുപോലുള്ള കൃത്യമായ പൊതുബോധം എല്ലാവർക്കും ബോധ്യമാകുന്ന തരത്തിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വേണം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ പോരാടി മാത്രമേ നമ്മളുടെ പ്രതിസന്ധികളെ പരിഹരിക്കാനാവൂ. ആ പോരാട്ടത്തിൽ ഇടുക്കിക്കാരെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണെങ്കിലും ഇത്രയും സമയം ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളെ, ഒരുപക്ഷെ ഇടുക്കി ജില്ല ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഭൂവിഷയം തന്നെയാണ്. ഈ വിഷയത്തെ ഹൈക്കോടതിയിൽ അതിനുവേണ്ടി ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി നിയമയുദ്ധം നടത്തുന്ന ഇടുക്കിയുടെ മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജാണ് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ജോയ്സ് ജോർജിന് ഹൃദയം നിറഞ്ഞ നന്ദി. മാന്യപ്രേക്ഷകരോട് ഇടുക്കി വിഷൻ്റെ ഫേസ് ടു ഫേസിൻ്റെ തട്ടകത്തിൽ നാളെ മറ്റൊരു അതിഥിയുമായി കാണും വരെയും നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. പപ്പ, ഈ ക്രിസ്മസിന് ഓൾ ഫാമിലിക്കും ഗിഫ്റ്റ് കൊടുക്കും. ഇതാണ് എന്റെ ലിസ്റ്റ്. അപ്പൂപ്പനൊരു M&N TV, ബില്ലിമ്മയ്ക്കൊരു അടിപൊളി ഗ്രൈൻഡർ, ചേട്ടായിക്കൊരു സ്മാർട്ട് ഫോൺ, ചിന്നുവാവിക്കൊരു കുട്ടി ഹെഡ്ഫോൺ, അമ്മ ചേച്ചിക്കൊരു ലാപ്ടോപ്പ്. വാടി മോളെ. ഏറ്റവും മികച്ച ബ്രാൻഡുകൾ, ഏറ്റവും മികച്ച ഓഫറുകൾ, ആകർഷകരമായ ഫിനാൻസ് സ്കീം, എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ, 75% വരെ വിലക്കുറവ്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് 20% വരെ ക്യാഷ് ബാക്ക്. ഈ ക്രിസ്മസിന് ഗൃഹോപകരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോകൂ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഓഫറുകളിലും. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.